സഖറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ഉത്തരത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. എന്താണ് പ്രാർത്ഥനയുടെ ഉത്തരം? എന്നാൽ പ്രാർത്ഥനയുടെ ഉത്തരത്തിലേക്ക് കയറുന്നതിന് മുമ്പേ ഞാനൊരു 2-3 കാര്യങ്ങൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയട്ടെ. സഹോദരങ്ങളെ, നമുക്ക് 2 വിധത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. ഒരു കുടുംബത്തിലെ ഒരു ഭർത്താവിനെയും ഭാര്യയെയും ഞാൻ നിങ്ങളെ കാണിക്കാം. അവരുടെ 2 പേരുടെയും പ്രാർത്ഥനാ ശൈലി 2 വിധത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 21-ാം വാക്യത്തിൽ ഇസഹാക്ക് എന്ന ഭർത്താവിൻ്റെ പ്രാർത്ഥനയോ, 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ റബേക്ക എന്ന ഭാര്യയുടെ പ്രാർത്ഥനയും കാണുവാൻ കഴിയുക. ഇവരുടെ 2 പേരുടെയും പ്രാർത്ഥന എൻ്റർലി ഡിഫറൻറ്റ്, വൈരുദ്ധ്യാത്മകമാണ്. എന്താണ് ഇസഹാക്കിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? 25-ന്റെ 21 പറയുകയാണ്, തൻ്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചോ. അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചോ. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൾ ഗർഭം ധരിച്ചു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇസഹാക്ക് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ ഭാര്യ മച്ചിയാണ്, അവളോട് കരുണ കാണിക്കണമേ, അവളോട് ദയ കാണിക്കണമേ. മടുത്തു പോകാതെ ഇസഹാക്ക് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ 22-ാം വാക്യത്തിൽ റബേക്കയുടെ പ്രാർത്ഥന കാണുവാൻ കഴിയും. റബേക്കയും ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. റബേക്കയും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയാണ്. റബേക്കയും സഭാരാധനയ്ക്ക് വരികയാണ്. റബേക്കയും കൈയടിക്കുകയാണ്. പക്ഷേ റബേക്ക എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തോത്തിനാ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. ഇസഹാക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ റബേക്ക സംശയത്തോടെ ചോദിക്കുകയാണ്. ഇന്ന് പകൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? പ്രതികൂലത്തിൻ്റെ നടുവിൽ നീ ആടി ഉലഞ്ഞ്, എന്തിനാ കർത്താവേ ഞാൻ ജീവിക്കുന്നത്? എന്തിനാ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്? എന്നോട് നിനക്കൊരു സ്നേഹമില്ലയോ? എന്നോട് നിനക്കൊരു കരുണയില്ലയോ? സംശയത്തിൻ്റെ ആടിയുലയുന്ന പ്രാർത്ഥനകളാണോ നീ സ്വർഗത്തിലേക്ക് കരേറ്റുന്നത്? അതോ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്യോ, എൻ്റെ ദൈവം എനിക്ക് ഉറപ്പ് ചെയ്യുമെന്ന് ഇസഹാക്കിനെ പോലെ പ്രാർത്ഥിക്കുമോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, റബേക്കയെ പോലെ സംശയത്തിൻ്റെ ചോദ്യശരങ്ങൾ എറിയുന്ന പ്രാർത്ഥനയല്ല, അധൈര്യത്തിൻ്റെ ചോദ്യശരങ്ങൾ. ഞാൻ എന്തോത്തിന് ജീവിക്കുക? എനിക്ക് ചത്താ മതിയായിരുന്നു. എൻ്റെ കർത്താവിന് എന്നോടെന്താ ഒരു കരുണയില്ലാത്ത? എൻ്റെ ദൈവം ഇതൊന്നും കാണുന്നില്ലേ? എൻ്റെ ദൈവം ഇതൊന്നും കേൾക്കുന്നില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ അധൈര്യത്തിൻ്റെ, സംശയത്തിൻ്റെ പ്രാർത്ഥനയല്ല, അത് റിബേക്കയുടെ പ്രാർത്ഥനയാണ്. ഇന്ന് പകൽ അധരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ റിബേക്കയുടെ പ്രാർത്ഥനയല്ല, ഇസഹാക്കിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സംശയങ്ങൾ പറയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ അധൈര്യങ്ങൾ പറയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പിറുപിറുക്കത്തില്ല. പകരം വിത്ത് എ ഡീപ് കോൺഫിഡൻസ് ആൻഡ് എ ഡീപ് ട്രസ്റ്റ്, എൻ്റെ ജീവിതത്തിൽ ആഴമേറിയ ഉറപ്പിലോ ധൈര്യത്തിലോ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പകൽ സ്വയമായി ഒന്ന് പരിശോധിച്ചാട്ടെ, ഞാൻ ഇസഹാക്കിനെ പോലെയാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ റബേക്കയെ പോലെയാണോ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പറയാ, ഇല്ലില്ല കർത്താവേ, ഇസഹാക്കിനെ പോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് റബേക്കയെ പോലെ സംശയിക്കണ്ട, അധൈര്യപ്പെടണ്ട, പിറുപിറുക്കണ്ട, കുറ്റം പറയണ്ട, നിരാശപ്പെടണ്ട. ഒരു ഡിപ്രഷൻ പ്രയർ അല്ല, പകരമേ ഹോപ്പ്ഫുൾ പ്രയർ. നിരാശപ്പെട്ട പ്രാർത്ഥനയല്ല, പ്രത്യാശയുടെ പ്രാർത്ഥനാ വാചകങ്ങളെ എൻ്റെ അധരങ്ങളിൽ തരണമേ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ ആമേൻ, ഇസഹാക്കിനെ പോലെ പ്രാർത്ഥിക്കാം, റബേക്കയെ പോലെ പ്രാർത്ഥിക്കരുത്. ദൈവത്തോട് ചോദിക്കാൻ പോയി അല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോയി. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കാനാണോ വരുന്നത്? ദൈവത്തോട് പ്രാർത്ഥിക്കാനാണോ വരുന്നത്? അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. പ്രാർത്ഥനയിൽ നമ്മൾ പുലർത്തേണ്ട ചില ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഞാനതിലേക്ക് പറഞ്ഞിട്ട് എങ്ങനെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളതിലേക്ക് കടന്നു പോകാം. എൻ്റെ സഹോദരങ്ങളെ, എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുക, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചോ, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചോ, അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചോ. ഗോഡ് ഫോർ ദിസ്. ആമേൻ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു സ്പെസിഫിക്
പോയിന്റ് ഉണ്ടായിരുന്നോ? ആ പ്രാർത്ഥനയ്ക്ക് ഒരു പർട്ടിക്കുലാരിറ്റി ഉണ്ടായിരുന്നോ? അവിടെ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചോ. ദൈവജനത്തിന് പ്രാർത്ഥിക്കുമ്പോൾ എന്തിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് വ്യക്തമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എല്ലാം കൂടെ വാരി വലിച്ചിട്ട് പ്രാർത്ഥിക്കുകയല്ല. ദൈവമേ എൻ്റെ എല്ലാ വിഷയങ്ങളും നോക്കിക്കോണേ, കർത്താവെ ആകപ്പാടെ പ്രശ്നമാ, ഒന്നുകൊണ്ട് സമാധാനമില്ല, ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചോ. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഒരു വിഷയത്തെ എടുത്തു വെച്ച്, ഒരു പ്രശ്നത്തെ എടുത്തു വെച്ച് അതിനു വേണ്ടി ഇരുന്ന് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചോ. ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുക, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു വിഷയത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യ്. കോൺസെൻട്രേറ്റ് ഓൺ എ ടോപ്പിക്, പെർസ്യൂ ഓൺ ദാറ്റ് ടോപ്പിക്. ഒരു വിഷയത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വിഷയത്തിലേക്ക് നിങ്ങൾ അതിനെ തന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുക. ഒരു സിംഹം ഇര കണ്ട് ആ ഇരയെ തന്നെ കാത്തിരുന്ന് ആ ഇരയെ പിന്തുടർന്ന് ആ ഇരയെ പിടിക്കുന്നത് പോലെ ഇന്ന് പകൽ പ്രാർത്ഥനയുടെ തല ഞാൻ പറയട്ടെ, കോൺസെൻട്രേറ്റ്, പോയിന്റ് ഓൺ എ ടോപ്പിക് ആൻഡ് പെർസ്യൂ ഓൺ ദാറ്റ് മാറ്റർ. ഓരോ സ്പെസിഫിക് ആയിട്ട് ഒരു വിഷയത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഈ ഒരു വിഷയത്തിന് വേണ്ടി ദിവസം 2 മണിക്കൂർ പ്രാർത്ഥിക്കുക, ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ 3 ദിവസം ഉപവസിക്കുക, ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ രാത്രിയിൽ 1 മണിക്കൂർ എഴുന്നേറ്റ് നിൽക്കുക, ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ രാത്രി 2 മണി തുടങ്ങി 2:30 വരെ 3 മണി വരെ ഞാൻ ഇരിക്കുക. പർട്ടിക്കുലറായി സ്പെസിഫിക്കായി വിഷയം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക, പോയിന്റ് പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുക. എസ്ര 8:23 ഞങ്ങൾ അതിനെക്കുറിച്ച് വിത്ത് എ പർട്ടിക്കുലർ പോയിന്റ് താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 ദിനവൃത്താന്തം 5:20 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രീയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടോ. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. 2 കാര്യങ്ങളാണ് പറയുന്നത്. അവർ നിലവിളിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ചോ, നിലവിളിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ചോ. ആമേൻ. പലപ്പോഴും ദൈവസന്നിധിയിൽ ചോദ്യമുയരും, ആമേൻ, ദൈവത്തിന് എന്താ ചെവി കേൾക്കത്തില്ലയോ? പെന്തക്കോസുകാരെന്തിനാ ഇങ്ങനെ അലറിക്കൂവി പ്രാർത്ഥിക്കുന്നത്? കർത്താവായ യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഉറച്ച നിലവിളിയോട് കണ്ണുനീരോട് അപേക്ഷയും അഭയാചനയും കഴിച്ചോ. യേശു കർത്താവ് ഗത്സമനയിൽ ഒരു കല്ലേറ് ദൂരം അപ്പുറത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചോ. ഒരു കല്ലേറ് ദൂരം ഇപ്പുറത്ത് പാതി മയക്കത്തിലിരുന്ന ശിഷ്യന്മാർ പിന്നീട് ആ പ്രാർത്ഥന അതുപോലെ എഴുതി വെച്ചോ. കാരണം യേശു ഉറച്ച നിലവിളിയോടെ ആയിരുന്നു പ്രാർത്ഥിച്ചത്. യേശു കർത്താവ് കാൽവറിയുടെ ഗിരിമുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തൂങ്ങി മുൾക്കിരീടധാരിയായി ചോരവാർന്ന അവസാനത്തെ ദീർഘശ്വാസം വലിക്കുന്ന വേളയിൽ യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചോ, എലോഹി എലോഹി ലമ്മാ ശബക്താനി. യേശു ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ ദൂരെ നിന്നവർ യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രമാത്രം ബലഹീനപ്പെട്ടിട്ടോ അത്രമാത്രം രക്തം വാർന്നിട്ടോ യേശു ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദിഗന്ധം പൊട്ടുമാർ ഉച്ചത്തിലായിരുന്നു. അവൻ ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ അഭയാചനയും കഴിച്ചോ. അവർ ദൈവത്തോട് നിലവിളിച്ച് ആശ്രയിച്ചോ. ഇന്ന് പകൽക്കാല് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പ്രാർത്ഥനയിൽ നിങ്ങളുടെ ശബ്ദമുയർത്ത്, കാഹളം പോലെ ശബ്ദമുയർത്ത്. നിലവിളിയുടെ ശബ്ദമുള്ള വീടുകളാകട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എലോഹി. ഉറക്ക വിളിപ്പാൻ പ്രാപ്തിയുള്ള പ്രാർത്ഥന വീരന്മാർ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കട്ടെ. അവർ നിലവിളിയോടെ ദൈവത്തിൽ ആശ്രയിച്ചു. എന്തോ ഒരു ഭാഗമായി എഴുതിയിരിക്കുന്നത്, അവരുടെ യുദ്ധത്തിൽ അവർ നിലവിളിച്ച് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു അരുളി എന്നാണ് പറയുന്നത്. നിലവിളിക്കുന്ന ഭക്തനെ ദൈവത്തിന് മറികടക്കാൻ കഴിയത്തില്ല. മുന്നടക്കുന്നവർ ശാസിച്ചിട്ട് എരിഹോവിന്റെ പടിവാതിൽ കലിരുന്ന കുരുടനായ മനുഷ്യൻ പിന്നെയും ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്രാ, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. അവർ പിന്നെയും ഉറക്ക നിലവിളിച്ചു.
ഇന്ന് പകലൊരു തീരുമാനമുണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥന ഉറച്ച ശബ്ദത്തിൽ നിലവിളിയോടെ ആയിരിക്കുക. അവർ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയിച്ചു. ആകയാൽ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അരുളി എന്നാണ് പറയുന്നത്. അടുത്തതായ പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നെഹമ്യാവ് പറയുന്നത്: നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുക. ഒന്നാമത് പറയുകയാണ്, രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുക. ഇതിനെ രണ്ട് തലത്തിൽ ഞാൻ പറയാം. ഒരു ജീവിതത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത് അതിൻ്റെ കഷ്ടകാലമാണ്. ജീവിതത്തിൻ്റെ പകൽ എന്ന് പറയുന്നത് അതിൻ്റെ സുഖകാലമാണ്. ജീവിതത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത് സ്തോത്രം ഒന്നും പ്രവർത്തിപ്പാൻ കഴിയാത്ത സാഹചര്യമാണ്. ജീവിതത്തിൻ്റെ പകൽ എന്ന് പറയുന്നത് സാധ്യതകളുടെ സമയമാണ്. ജീവിതത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത് വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സമയമാണ്. ജീവിതത്തിൻ്റെ പകൽ എന്ന് പറയുന്നത് ബഹുദൂരം യാത്ര ചെയ്യാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത് ഇരുട്ടിൽ ആരെയും കാണുവാൻ കഴിയാത്ത സമയമാണ്. ഒന്ന് വിളിച്ചാൽ ആരും ഓടി വരാൻ കഴിയാത്ത സാഹചര്യമാണ്. പകൽ എന്ന് പറയുന്നത് കയ്യെത്തും ദൂരത്തും പുറത്ത് നിനക്ക് ആൾക്കാരുള്ള കാലമാണ്. ഈ രണ്ട് സമയത്ത് നീ പ്രാർത്ഥിക്കണം. പ്രതികൂലത്തിൻ്റെ രാത്രി വന്നാൽ, അനുകൂലത്തിൻ്റെ പകൽ വന്നാൽ നിന്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. രാവും പകലും പ്രാർത്ഥിച്ചോ. ഇനിയും അതിൻ്റെ അടുത്ത തലത്തിലേക്ക് വരാം. ഒരു ദൈവ പൈതൽ രാവും പകലും പ്രാർത്ഥിക്കണം. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോഴും അവൻ പ്രാർത്ഥിക്കണം. ആമേൻ. ഞാൻ ദിവസം 7 പ്രാവശ്യം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഒരു തീരുമാനമുണ്ടാകട്ടെ. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എഴുന്നേൽക്കോ. അർദ്ധരാത്രികളിൽ ഞാൻ എഴുന്നേൽക്കോ. യാമാരംഭത്തിങ്കിൽ ഞാൻ എഴുന്നേൽക്കോ. ഈ കാലഘട്ടം ചില പ്രാർത്ഥനാ വീരന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ. രാവും പകലും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നെഹമ്യാവ് പറയുകയാണ്, രാവും പകലും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രാവും പകലും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്താണ് ആ പ്രാർത്ഥനയുടെ അടുത്ത തല? അടുത്തത് ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കണമേ. പാപങ്ങളെ ഏറ്റുപറയുന്ന പ്രാർത്ഥന. ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവജനത്തോട് പറയട്ടെ, വി മസ്റ്റ് ഹാവ് എ പ്രെയർ ഓഫ് റിപ്പൻറ്റൻസ്. എന്നെ ശ്രദ്ധിക്കണമേ. പാപങ്ങളെ ഏറ്റുപറയുന്ന പ്രാർത്ഥന ദൈവത്തോട് പിറുപിറുക്കുന്ന പ്രാർത്ഥനയല്ല. ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന പ്രാർത്ഥനയല്ല. മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന പ്രാർത്ഥനയല്ല. എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന പ്രാർത്ഥന. ജീവിതത്തിൽ എവിടെയൊക്കെ പിഴവുകൾ വന്നോ, ജീവിതത്തിൽ എവിടെയൊക്കെ തകർച്ചകൾ വന്നോ, അവയൊക്കെയും ദൈവസന്നിധിയിൽ നമ്മളെ കുറ്റം വിധിക്കാത്ത നല്ല യജമാനന്റെ മുമ്പാകെ, അയ്യോ പപ്പാ, അയ്യോ അപ്പായേ, എനിക്ക് പറ്റിപ്പോയി, എൻ്റെ ബലഹീനതയാണ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. ഒരു നിമിഷം കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് ഹൃദയം ഉയർത്തി എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ വായിലെ വാക്കുകളോ, എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളോ, എൻ്റെ മനസ്സിൻ്റെ ധ്യാനമോ, എൻ്റെ ബുദ്ധിയുടെ ചിന്തയുടെ നോട്ടങ്ങളോ എവിടെയൊക്കെ പാളിപ്പോയിട്ടുണ്ടോ, എവിടെയൊക്കെ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടോ, എൻ്റെ അപ്പായേ എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്നോടൊന്ന് കരുണ കാണിക്കണമേ. ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന് പകലൊരു തീരുമാനമെടുക്കുക. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ആമേൻ. അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെട്ടോ. നെഹമ്യാവ് പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആരംഭിക്കുകയാണ്. എന്നാൽ നെഹമ്യാവിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ താൻ ചെയ്ത പ്രവർത്തികളെ ദൈവത്തിന് മുമ്പാകെ നിരത്തി വെച്ചിട്ട് ദൈവത്തോട് പറയുക, അപ്പായേ ഞാൻ അങ്ങേ സ്നേഹിച്ച് ഇതൊക്കെ ചെയ്തോ, ഇതൊന്നും മറന്നു കളയല്ലേ, എന്നെ ഒന്ന് ഓർത്തോണേ എന്ന് പറയുക. ആരംഭിക്കുന്നത് പാപങ്ങളെ ഓർക്കരുതേ എന്നോ, അവസാനിക്കുന്നത് എന്നെ ഒന്ന് ഓർത്തോണേ എന്നും പറഞ്ഞ് നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച നെഹമ്യാവ് 52 ദിവസം കൊണ്ട് ഒരു പട്ടണത്തിന്റെ മതിൽ പണി തീർത്തെങ്കിൽ സൻബല്ലത്തും തോബിയാവും എതിർത്ത് നിന്നിട്ട് ദാസനും യജമാനനും ഒരുപോലെ വെല്ലുവിളിച്ചിട്ട് നെഹമ്യാവ് ഒറ്റയ്ക്ക് നിന്ന് പണി തീർത്തെങ്കിൽ ആനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്റെ മുൻപാകെ ശത്രുവിന്റെ പദ്ധതികൾ അഴിയുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം തരുന്ന ഉറപ്പാണ്. സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ
റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം ഇങ്ങനെ: ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് പറയുകയാണ്. നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? പോരാടണം. സ്ട്രൈവ് ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ പോരാടണം. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥന ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് പ്രാർത്ഥിക്കുക. ചൊലുത്തുകളെ എടുത്തു വെച്ച്, ക്രമപുസ്തകത്തെ എടുത്തു വെച്ച്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ നീതിമാനാകുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. ഇത് ബുദ്ധി കൊണ്ട് ശരീരം കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ അടുത്തത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമേ എൻ്റെ സങ്കടം, എൻ്റെ മനോഭാരം ഇതാണ്. എന്നാൽ ആത്മാവ് കൊണ്ടൊരു മനുഷ്യന് പ്രാർത്ഥിക്കുക. അവൻ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു പോരാട്ടത്തിലേക്ക് കയറാം. എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് യേശു പറയുകയാണ്, അവൻ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടുന്നു എന്നാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥന കണ്ണുനീരും നിലവിളിയും മാത്രമല്ല. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കുമ്പോൾ അവൻ്റെ മുൻപാകെ ഒരു പോർമണ്ഡലം തുറന്നു വരാ. നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തോട് രക്തത്തോടുമല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടോ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടോ, സ്വർലോകത്തിൻ്റെ ദുരാത്മസേനകളോടും അത്രേ. അതുകൊണ്ട് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾ ആടി ഇളകാ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദേശത്തിലെ വിഗ്രഹ ശക്തികളോ പൂജാ കേളികെട്ടുകളോ അത് ഇളകിയാടുവാൻ തുടങ്ങും. കാരണം നീ പ്രാർത്ഥിക്കുന്നത് അന്ധകാര മണ്ഡലങ്ങൾക്കൊരു ഭീഷണിയാണ്. നിന്റെ മുഴങ്കാലുകൾ മടങ്ങുമ്പോൾ പാതാളം ഭയപ്പെടാൻ തുടങ്ങും. നിന്റെ മുഴങ്കാലുകൾ മടങ്ങുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു യുദ്ധമണ്ഡലം തുറന്നു വരികയാണ്. നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ പിശാചുക്കൾ കീഴടങ്ങുകയാണ്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ പര്യാപ്തമായത് തന്നെ. അവയാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് വിരോധമായി ഉയരുന്ന സകല വിചാരങ്ങളെയോ നിലവുകളെയും ദൈവത്തോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കുന്നു. നീ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ദേശാധിപ പോരുകൾ നിനക്കെതിരെ വെളിപ്പെട്ട് വരാ, പാരമ്പര്യ വെല്ലുവിളികൾ വെളിപ്പെട്ട് വരാ, അന്ധകാര പോർമുനകൾ തുറന്നു വരാ. നീ അവിടെ ഭയപ്പെട്ടു പോകരുത്. രാത്രിയുടെ യാമങ്ങളിൽ പിശാചിനോട് നേർക്കുനേർ നിന്ന് ആത്മാവിന്റെ അധികാരത്തെ വെല്ലുവിളിച്ച് പ്രാർത്ഥിച്ചു കയറണം. റോമാലേഖനം 15-ാം അധ്യായം അവിടെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണമെന്നാണ്. എന്നാൽ ആ പ്രാർത്ഥനയുടെ അധ്യായത്തിൽ ആവർത്തിച്ച് പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയാ. പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥനയിൽ പോരടിക്കുന്ന അഭിഷക്തന്റെ മുൻപാകെ അന്ധകാര ശക്തികൾ ആടിയുലയോ, പൈശാചിക മണ്ഡലങ്ങൾ കിടുകിട വിറയ്ക്കുക. ഇന്ന് രാത്രികാല, ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയോ, പ്രാർത്ഥനയിൽ ഞാൻ പിശാചുക്കളെ കീഴടക്കാം, പ്രാർത്ഥനയിൽ ഞാൻ പിശാചുക്കളോട് എതിർത്തു നിൽക്കാം. എൻ്റെ അനുഗ്രഹത്തെ തടയുന്ന സകല അന്ധകാര ശക്തികളെയോ ഞാൻ പ്രാർത്ഥനയിൽ വലിച്ചു നിലത്തിടുക. എൻ്റെ ആത്മാവിനോട് പോരാടുന്ന, എൻ്റെ പ്രാണനോട് പോരാടുന്ന, എൻ്റെ ശരീരത്തോട് പോരാടുന്ന, എൻ്റെ തലമുറകളുടെ വഴി അടയ്ക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ നന്മ തടയുന്ന, എൻ്റെ കിട്ട് വടം കെട്ടി എന്നെ പുറകോട്ട് വലിക്കുന്ന ഏത് അന്ധകാര ശക്തികളോ അവൻ കയ്യിലെടുത്തിരിക്കുന്ന മാനുഷിക ബലങ്ങളുമാകട്ടെ, ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ദുരാത്മശക്തികൾ കീഴടങ്ങോ. എൻ്റെ പ്രാർത്ഥനാ മുറി പ്രാർത്ഥനയുടെ പോർമണ്ഡലമാണ്. ഇന്ന് പകല് ഞാൻ ദൈവജനത്തെ പ്രൊവോക്ക് ചെയ്ത് ചോദിക്കുന്നു, ദൈവജനത്തെ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നു, പ്രാർത്ഥനയിൽ പോർമണ്ഡലം തുറന്നിട്ട് ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി പ്രാർത്ഥനാ മുറിയിൽ യുദ്ധം ചെയ്യാൻ എത്ര പേർ ദൈവസഭയ്ക്ക് നിർത്തുന്ന എഴുന്നേൽക്കോ. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു പദമുണ്ട്, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല, പ്രാർത്ഥന മനുഷ്യരെ ദൈവത്തിന് ആവശ്യമില്ല, പകരം പ്രാർത്ഥന വീരന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. വെറുതെ കുറെ നേരം ഇരുന്ന് യേശുവേ നപ്പച്ച എന്ന് ചുമ്മാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. പ്രാർത്ഥനാ മുറിയിൽ കയറി മുഴങ്കാലുകൾ മടക്കി ദുരാത്മശക്തികളെ വലിച്ച് നിലത്തിട്ട് അവന്റെ മേൽ അഭിഷേകത്തിന്റെ അധികാരത്തിൽ കയറി ചവിട്ടി മെതിക്കാൻ പ്രാപ്തിയുള്ള അഭിഷേകത്തിന്റെ തേരാളികളെ, അഭിഷേകത്തിന്റെ പോരാളികളെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുവാൻ, ആത്മാവിൽ പോരടിച്ചു എന്ന് പറയുന്ന ആത്മാവിലെ പോർവീരന്മാരെ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുക.
വിളിക്കുകയാണ്. To strive in prayer, to fight in prayer, to subdue the spirit in prayer, to arrest the demonic forces in prayer. അന്ധകാര ശക്തികളെ പ്രാർത്ഥനകളിൽ കീഴടക്കുന്ന ആത്മാവിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം അവസാനിക്കുമ്പോൾ യൂദാ അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. Pray in spirit, pray in Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ തലത്തിനകത്ത് കയറി പ്രാർത്ഥിക്കണം. ഞാൻ മുൻപോട്ട് പോകട്ടെ. എന്താണ് പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന മറുപടി? സെഖറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്താണ് സെഖറിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടി? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 രാജാക്കന്മാർ 9:3, നീ എൻ്റെ മുൻപാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. കർത്താവ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടോ, ഇനി അതിൻ്റെ മറുപടി തരാൻ പോവുകയാ. എന്താ ഞാൻ തരുന്ന മറുപടി? നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും ഹൃദയവും ഞാൻ അവിടെ വെക്കാം. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒന്നാമത് ലഭിക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? ദൈവം അവനെ വിശുദ്ധീകരിക്കാൻ തുടങ്ങോ, ദൈവം അവനെ സാങ്ക്ടിഫൈ ചെയ്യാൻ തുടങ്ങോ. പ്രാർത്ഥന വിശുദ്ധിയെ കൊണ്ടുവരോ. അതരം തുറന്ന് അടുത്തിരിക്കുന്നവരുടെ അടുക്കൽ പറഞ്ഞ് പ്രാർത്ഥന വിശുദ്ധിയെ കൊണ്ടുവരോ. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി ഒന്ന് അഭിഷേകത്തോടെ പറഞ്ഞ് പ്രാർത്ഥന വിശുദ്ധിയെ കൊണ്ടുവരാ. ആമേ. ശലോമോൻ ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥിച്ചോ. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടോ. പ്രാർത്ഥനയുടെ മറുപടി ഇതാണ്, നീ പ്രാർത്ഥിച്ച, നീ പണിത ആലയത്തെ ഞാൻ ശുദ്ധീകരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ വിശുദ്ധനാകാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുൻപാകെ പാപം വാലിഞ്ചുരുട്ടിയോടോ. പ്രാർത്ഥിക്കുന്ന പൗലോസ് അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം. പക്ഷേ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം ലഭിച്ചോ. ഇന്ന് പകൽക്കാല എന്നെ കേൾക്കുന്ന യൗവനങ്ങളോട്, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നീ പ്രാർത്ഥിച്ചു തുടങ്ങ, നീ ഒരു വിശുദ്ധനായി മാറ്റപ്പെടാ. അതുകൊണ്ടാണ് സ്തോത്ര പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന 1-ാം ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പ്രാർത്ഥനയാലും വചനത്താലും എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കപ്പെടാ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വിശുദ്ധനായി മാറ്റപ്പെടാ. ബൈബിൾ തുറന്നിരിക്കുന്ന മനുഷ്യൻ, തിരുവെഴുത്ത് അണ്ണാക്കിലും വചനം ഹൃദയത്തിലും കയറുന്ന മനുഷ്യൻ, അവൻ വിശുദ്ധനായിരിക്കുക. The word makes you holy and the prayer makes you holy. ഇന്ന് പകൽ സാങ്ക്ടിറ്റിയെ സ്നേഹിക്കുന്നവർ, വിശുദ്ധിയെ സ്നേഹിക്കുന്നവർ, ഇന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ ഒരു വിശുദ്ധനായിരിക്കുമെന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധിക്ക് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധി നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന്. ആമേ. അതുകൊണ്ടാണ് വീണ്ടും എഫെസ്യ ലേഖനം തുടർന്ന് വായിക്കുമ്പോൾ പറയുകയാണ്, കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ സ്വർഗത്തിൽ നിർത്തുക എന്നുള്ളത്. എന്നാൽ അത് മാത്രമല്ല വിശുദ്ധിയുടെ ഉദ്ദേശം. ഈ ലോകത്തിൽ പിശാച് ഒരു മനുഷ്യനെതിരെ പോർമുനകൾ അഴിച്ചു വിടുമ്പോൾ അവൻ വിശുദ്ധനാണെങ്കിൽ അവനെതിരായി ഉളവാകുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. വിശുദ്ധി നിന്റെ പരിചയമാണ്, വിശുദ്ധി നിന്റെ സംരക്ഷണമാണ്, വിശുദ്ധി നിന്റെ ശക്തിയാണ്, വിശുദ്ധി നിന്റെ ജയമാണ്. യഹോവ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. ഇസ്രായേലിനെ ശപിപ്പാൻ മോവാബ് സമഭൂമിയിൽ പരന്നു കിടക്കുന്ന ഇസ്രായേൽ ജനതയെ പ്രാകുവാൻ തക്കവണ്ണം മോവാബ് രാജാവായ ബാലാക്ക് ബിലയാം എന്ന് പറയുന്ന പ്രവാചകനെ വിളിച്ചു വരുത്തി കാളകളെ അറുത്ത് ഗിരിമുകളിൽ പർവ്വത നിരകളിൽ ആ യാഗം കഴിപ്പിച്ച് അവന്റെ അടുക്കൽ പറഞ്ഞു, പരന്നു കിടക്കുന്ന ഈ ജാതിയെ നീ ഒന്ന് പ്രാഗിയേ, നീ അവനെ ഒന്ന് ശപിച്ചേ എന്ന് പറഞ്ഞു. ഇസ്രായേലിനെ നോക്കി ശപിക്കുവാൻ കണ്ണടച്ച് യാഗം പീഠത്തിന്റെ അരികെ നിന്ന് ധ്യാനാത്മകനായി നിന്ന് ബിലയാം വിളിച്ചു പറഞ്ഞു, ദൈവം പ്രാകാത്തവനെ എനിക്ക് പ്രാകാൻ കഴിയുന്നില്ല.
ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജാതികളുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെടത്തില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയുമില്ല. കാരണം അവനിൽ ഒരു അന്യദൈവത്തെ കാണാൻ കഴിയുന്നില്ല. കാരണം അവനിൽ ഒരു പാപത്തെ കാണാൻ കഴിയുന്നില്ല. ഇസ്രായേലേ, നിന്റെ കൂടാരങ്ങൾ, യാക്കോബേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമാകുന്നു. അന്യദൈവം നിന്നോടുകൂടെ ഇല്ല. നീ തനിച്ചു പാർക്കുന്ന ജനമാണ്. രാജാവിന്റെ സാന്നിധ്യം, രാജാവിന്റെ ആർപ്പുവിളി നിന്റെ അകത്തുണ്ട്. ആമേൻ. മോവാബിന്റെ പർവ്വത കൊടുമുടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ബിലയാം ബാലാക്കിന്റെ അടുക്കൽ പറഞ്ഞു, കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഏത് ഗിരിമുകളിൽ എന്നെ കൊണ്ട് നിർത്തിയാലോ, 1000 കാളകളെ കൊന്നൊടുക്കിയാലോ, 10,000 യാഗങ്ങൾ കഴിച്ചാലോ, ഞാൻ ചെയ്യുന്ന ഒരാഭിചാരമോ ഒരു ലക്ഷണവിദ്യയോ ഇസ്രായേലിന് ഫലിക്കത്തില്ല. കാരണം അവന്റെ അകത്തൊരു വിശുദ്ധി കിടപ്പുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ച് കയറി വാ. സഭ വിശുദ്ധമാകട്ടെ, തലമുറ വിശുദ്ധമാകട്ടെ. നമുക്ക് പോരാട്ടമുണ്ട്. ഈ അടർക്കളത്തിൽ ജയമെടുപ്പാൻ, ഈ യുദ്ധത്തിൽ ജയമെടുപ്പാൻ വിശുദ്ധി ആവശ്യമാണ്. പ്രാർത്ഥന നമ്മളെ വിശുദ്ധരാക്കി തീർക്കും. പ്രാർത്ഥന നമ്മുടെ പാപങ്ങളെ പോക്കും. യേശു കർത്താവിൻ്റെ ഉപമകളിൽ പറയുകയാണ്, പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാൻ പോയി. ചുങ്കക്കാരൻ മടങ്ങി വരുമ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി വന്നുവെന്നാണ്. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടോ. പിന്നെ പിശാചിന് അവനെതിരെ പറയാൻ ഒരു വാക്കും കിട്ടിയില്ല. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കുക? ഇന്ന് പകൽ നീ തിരിച്ചറിയണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുത്തം പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ സ്വർഗത്തിലെ കോടതിയിൽ നിന്ന്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് അവനൊരു നീതീകരണ വിധി അയക്കോ. അൽബ പ്രവാചര പ്രവാനി യെശയ്യാവ് പ്രാർത്ഥിക്കാനിരുന്നോ, സ്വർഗത്തിൽ നിന്നൊരു കനല് കൊണ്ടുവന്ന് യെശയ്യാവിന്റെ അധരത്തെ തൊട്ടോ. സെക്കറിയാവ് യോശുവയും പ്രാർത്ഥിക്കാനിരുന്നോ, യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തെ ദൈവം മാറ്റിക്കൊടുത്തോ. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ വിശുദ്ധിയുടെ ലെവല് മാറോ. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ സാങ്ക്ടിറ്റിയുടെ ലെവല് മാറോ. You shall be holy for God, holy unto God. പ്രാർത്ഥനയാലും വചനത്താലും ശുദ്ധീകരിക്കപ്പെടുന്നല്ലോ. 1 തിമോഥെയോസ് 4:5 പ്രാർത്ഥനയാലും വചനത്താലും ശുദ്ധീകരിക്കപ്പെടുന്നല്ലോ. പ്രാർത്ഥിക്കും തോറും ഒരു മനുഷ്യൻ വിശുദ്ധിയിലേക്ക് അവൻ അറിയാതെ മാറിപ്പോകുക. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധി മനുഷ്യൻ്റെ പ്രയത്നമല്ല, വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്നുള്ളത് ദൈവം സാക്ഷി. ദൈവം ഞങ്ങൾക്ക് നൽകിയ വിശുദ്ധിയിലോ നിർമ്മലതയിലും എത്രേ പെരുമാറിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഗോഡ് ഗിവൻ സാങ്ക്ടിറ്റി, ദൈവം നൽകിയ വിശുദ്ധി. അതാർക്കാണ് നൽകുന്നത്? പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ദൈവം ആ വിശുദ്ധി നൽകുന്നത്. പ്രാർത്ഥിക്കുന്നവൻ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുക. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. ഒരു മനുഷ്യന്റെ വിശുദ്ധിയാണ് ദൈവം അവന് നൽകുന്ന പ്രാർത്ഥനയുടെ മറുപടി. ഞാൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പ്രവാചകനായ യെശയ്യാവിൻ്റെ അടുക്കൽ ദൈവം പറയുകയാണ്, നീ മടങ്ങിച്ചെന്ന് ഹിസ്കിയാവിൻ്റെ അടുക്കൽ സംസാരിക്കണം. ഹിസ്കിയാവിൻ്റെ അടുക്കൽ പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 2 രാജാ 20:5, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടോ, നിന്റെ കണ്ണുനീര് കണ്ടോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുകയാണ്. പ്രാർത്ഥനയുടെ മറുപടി സൗഖ്യമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ ദീനമായി കിടന്നാൽ പരസ്പരം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, സഭയിൽ നിന്ന് മൂപ്പനെ വരുത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, തൈലം പൂശി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, എന്ത് ചെയ്താലും കൂടെ പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് അടുത്തത് പറയുകയാണ്, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദീനങ്ങൾ മാറുന്നത്, സൗഖ്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാൻ കഴിയുക. യെശയ്യാ പ്രവാചകൻ കടന്നു വന്നിട്ട് ഹിസ്കിയാവിൻ്റെ മുറിയിൽ കയറി പറഞ്ഞു, ഹിസ്കിയാവ്, ഞാൻ നിന്നോടൊരു ദൂത് പറയാ, നീ മരിച്ചു പോകാ. ഹിസ്കിയാവ് യെശയ്യാവ് മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചുമരിൻ്റെ നേരെ തിരിഞ്ഞു കിടന്ന് അയ്യോ യഹോവേ എന്നൊരു നിലവിളിച്ചോ. പ്രവാചകൻ പടിക്കെട്ടിറങ്ങി താഴോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത ദൂത് പ്രവാചകന്റെ അടുക്കൽ പറഞ്ഞു, നീ ആദ്യം പറഞ്ഞ ദൂതിനെ ഞാൻ ക്യാൻസൽ ചെയ്തോ. നീ ഒന്നും കൂടെ യെശയ്യാവ്
ഹിസ്കിയാവിന്റെ അടുക്കൽ ചെന്ന് അടുത്ത ദൂത് പറ, നീ മരിക്കത്തില്ല, നിന്റെ ആയുസ് നീളോ, നിന്റെ രോഗം സൗഖ്യമാകോ. അത്തിപ്പഴക്കട്ട നിന്റെ പരുവിന്മേലിടുമ്പോൾ മൂന്നാമത്തെ ദിവസം നീ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് യഹോവയുടെ ആലയത്തിൽ നിൽക്കുക. അത്ഭുതകരമായി നിന്റെ ശരീരത്തെ ഞാൻ സൗഖ്യമാക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ പ്രാർത്ഥിച്ചു തുടങ്ങ്, നിനക്ക് സൗഖ്യങ്ങൾ സംഭവിക്കാം, നിന്റെ രോഗികൾ സൗഖ്യമാകാം. യേശു തിരുവെഴുത്തിൽ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്, സ്തോത്ര, അവരുടെ രോഗികളെ ഒക്കെ യേശു സൗഖ്യമാക്കി. അവരുടെ രോഗികളെ, അവരുടെ രോഗങ്ങളെ മാത്രമല്ല അവരുടെ രോഗികളെ സൗഖ്യമാക്കാം. ഇന്ന് പകൽ ഇതിനകത്ത് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിന്റെ വീട്ടിലൊരു രോഗിയും ഉണ്ടാകത്തില്ല. സ്തോത്ര. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്ര, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 30-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ യഹോവ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ടു, ജനത്തെ സൗഖ്യമാക്കി. ഒരു മനുഷ്യൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ഒരൊറ്റ മനുഷ്യന്റെ പ്രാർത്ഥനയിൽ ഒരു ജനം സൗഖ്യമായി. ഇന്ന് പകൽ നീ വിശ്വസിക്കുക, നിന്റെ പ്രാർത്ഥനയുടെ മുൻപാകെ രോഗശക്തികൾ കീറി മുറിക്കപ്പെടാ. നിന്റെ പ്രാർത്ഥനയുടെ മുൻപാകെ രോഗത്തിന്റെ കെട്ടുകൾ അഴിയാ. പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. രോഗമൊരു ആത്മാവാകാം, രോഗമൊരു ബന്ധനമാകാം, രോഗമൊരു ശക്തിയാകാം. പക്ഷേ പ്രാർത്ഥനയുടെ മുൻപാകെ ഏത് രോഗത്തിന്റെ ശക്തികളും അഴിയാ. നിന്റെ മനസ്സിനെ തൊട്ട രോഗമാകട്ടെ, നിന്റെ ശരീരത്തെ തൊട്ട രോഗമാകട്ടെ, നിന്റെ തലമുറയെ തൊട്ട രോഗമാകട്ടെ, നിന്റെ ഇൻഡസ്റ്റൈനെ തൊട്ട രോഗമാകട്ടെ, നിന്റെ കാർഡിയോളജി ഡിസീസസ് ആകട്ടെ, നിന്റെ ഓർത്തോപീഡിക് ആകട്ടെ, നിന്റെ ഗൈനക്കാകട്ടെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ കണ്ണുകളെ കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന ദൈവ, കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന ദൈവ, കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന ദൈവ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, സ്തോത്രം ചെയ്യുന്ന നിനക്ക് വേണ്ടി, അന്യഭാഷ പറയുന്ന നിനക്ക് വേണ്ടി അവൻ തന്റെ സൗഖ്യത്തെ അയക്കുക. പ്രാർത്ഥിക്കുന്നവൻ സൗഖ്യമാകോ, പ്രാർത്ഥിക്കുന്നവൻ സൗഖ്യം വാങ്ങിക്കൊടുക്കും. ഞാൻ അതിനെ ഒരു ആവർത്തി കൂടെ ആ സെന്റൻസിനെ പറയാം. പ്രാർത്ഥിക്കുന്നവൻ സൗഖ്യമാകും. 2, പ്രാർത്ഥിക്കുന്നവൻ സൗഖ്യം വാങ്ങിക്കൊടുക്കും. പ്രാർത്ഥിക്കുന്നവൻ സൗഖ്യമാകും അല്ല, പ്രാർത്ഥിക്കുന്നവൻ സൗഖ്യം വാങ്ങിക്കൊടുക്കും. യെസ്, പത്രോസ് സൗഖ്യത്തെ കൊടുത്തു, കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുത്തോ. ഐനയാസെ നീ എഴുന്നേക്കെന്ന് പറഞ്ഞോ. പിറവിയിലെ മുടന്തനെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. യേശു കർത്താവ് രോഗശാന്തി വേണ്ടിയവരെയൊക്കെ സൗഖ്യമാക്കി. കാരണം ദൈവത്തിന്റെ ശക്തിയെ പ്രാർത്ഥിച്ച് മേടിക്കുകയായിരുന്നു. നിഴല് തട്ടിയാൽ, നിന്റെ ഉത്തരീയവ റൂമാലും വീണാൽ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, നീ ചെന്ന് എണ്ണ പൂശിയാൽ, നീ ചെന്ന് കൈവച്ചാൽ, നീ ഒരുവന് വേണ്ടി ഇടിവിൽ നിന്നാൽ ദൈവത്തിന്റെ സൗഖ്യം അവിടെ വെളിപ്പെട്ട് വരോ. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ സൗഖ്യത്തെ വാങ്ങിക്കൊടുക്കും. പ്രാർത്ഥന വിശുദ്ധിയെ കൊണ്ടുവരോ. 2, പ്രാർത്ഥന സൗഖ്യത്തെ കൊണ്ടുവരോ. 3, ശമൂവേലിന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, 25-ാം വാക്യം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം 25-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദാവീദ് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു, ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഒരു ജനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ബാധകൾ വിട്ടുമാറാൻ തുടങ്ങും. ഇന്ന് പകൽക്കാല ദൈവജനമേ, നിനക്കെതിരായ ശത്രുവിൻ്റെ ബാധകൾ അയക്കപ്പെടുന്ന ഏത് ദുർബാധകളാകട്ടെ, ഏത് മന്ത്രവാദി അയച്ചു വിടുന്നതോ, ഏത് ശകനുവാദി കെട്ടിവിടുന്നതോ, ഏത് ദുരാത്മാക്കൾ അഴിച്ചു വിടുന്നതോ ആയ ഏത് ബാധകളാകട്ടെ, ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയാ, നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ബാധകൾ വിട്ടുമാറാൻ തുടങ്ങും. അവിടെ പറയുകയാണ്, ബാധ വിട്ടുമാറി എന്നാണ് പറയുന്നത്. ബാധ വിട്ടുമാറി എന്ന് പറഞ്ഞാൽ, ബാധ വിട്ടുമാറി എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ് പറയുന്നത്. ബാധ വിട്ടു മാറി. അപ്പൊ വിട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ബാധ എന്ത് ചെയ്തിരിക്കുകയായിരുന്നോ? പിടിച്ചിരിക്കുകയായിരുന്നോ. മാറി എന്ന് പറഞ്ഞാൽ അടുത്തു നിൽക്കുകയായിരുന്നോ. അന്ധകാര ശക്തികൾ നിന്നെ കയറി ഹുക്കിട്ട് പിടിച്ചിരിക്കുന്ന ഇടത്ത് നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അവന്റെ ക്ലച്ചുകൾ അഴിയാൻ തുടങ്ങും, അവന്റെ ഹുക്കുകൾ ഖണ്ഡിക്കപ്പെടാൻ തുടങ്ങും. അലപ്രഭ ജനാദര പ്രൗഢഭാർഷമാരി അവൻ ബാധ വിട്ടു മാറി.
മാറി. അപപ്രഭാരിയ കെട്ടലാചര പ്രൗഢഭാർധര കൂർത്ത നഖങ്ങളുള്ള ഒരു പന്ന മൃഗ, ആമേൻ, ഒരു കഴുകൻ തന്റെ വിരലുകൾക്കകത്ത് ഒരു കോഴിക്കുഞ്ഞിനെ വാരിയെടുക്കുന്നത് പോലെ, ഒരു പരുന്തൊരു കൊച്ചു പക്ഷിയെ തന്റെ നഖത്തിനകത്ത് പിടിച്ചൊതുക്കുന്നത് പോലെ ഒരു ബാധ നിന്നെയോ നിന്റെ തലമുറകളെയോ, ഒരു അന്ധകാര ശക്തി നിന്നെയോ നിന്റെ തലമുറകളെയോ പിടിച്ചൊതുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ മുൻപാകെ ആ ദുഷ്ട നഖങ്ങൾ, ആ ദുഷ്ട വിരലുകൾ ഇങ്ങനെ അഴിയാൻ തുടങ്ങോ, അതവിടെ നിന്ന് വിടുവാൻ തുടങ്ങോ. നീ പ്രാർത്ഥിച്ചാൽ തലമുറയായി നിന്ന് the satanic clutches, the satanic hooks, ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവന് വേണ്ടി സ്വർഗം അതിനെ അഴിച്ചു മാറ്റോ. ബാധ വിട്ടു മാറി. വിട്ടിട്ട് അവിടെ തന്നെ നിന്നെന്നല്ല പറഞ്ഞത്, വിട്ട അത് അഴിഞ്ഞ ഹുക്കുകൾ, ആമേൻ, ക്ലച്ചസ്, അതവിടെ നിന്ന് മാറുവാൻ തുടങ്ങി. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ബാധ വിടും, ബാധ മാറോ, അവന്റെ പിടിവിടോ. ഞാൻ അതിനെ ഇങ്ങനെ പറയാ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവന്റെ പിടിവിടാൻ തുടങ്ങോ. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവന്റെ ക്ലച്ചസ് അഴിയാൻ തുടങ്ങോ. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവന്റെ ഹുക്കുകൾ ലൂസാകാൻ തുടങ്ങോ. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്ക. ആണിയടിച്ചുറപ്പിച്ച്, ഈയമിട്ട് അരക്കിട്ടുറപ്പിച്ച്, ചങ്ങലയിട്ട് കെട്ടിയ ചിലത് ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതിനെ അഴിച്ചു തരോ. ബാധ വിട്ടു. വല്ലാതെ വരിഞ്ഞു മുറുക്കി പിടിയിട്ട് ഹുക്ക് പോലെ, ക്ലച്ച് പോലെ ഇന്നെ വല്ലാതെ കയറി കൊരുത്തി പിടിച്ചിരിക്കുന്ന ചില പോരുകളുടെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് കയറുമ്പോൾ ബാധയുടെ പിടി വീഴോ. അത് ഏത് വല്ലാത്ത കെട്ടാകട്ടെ, ഏത് നാലാം വേദത്തിന്റെ കെട്ടാകട്ടെ, ഏത് മരക്കൊട്ടയ്ക്കകത്ത് കുരിയാലയ്ക്കകത്ത് നിനക്കെതിരെ ചെയ്തു വെച്ച ചരടിന്റെയോ തകിടിന്റെയോ ക്ലച്ചസ് ആകട്ടെ, ഇന്ന് പകൽ പ്രാർത്ഥനയുടെ മുൻപാകെ ബാധ വിട്ടുമാറും. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ആരാധനയുടെ അമേൻ ശുശ്രൂഷയുടെ അവസാനം ചില മിനിറ്റുകൾ നമുക്ക് പ്രാർത്ഥിച്ച് ആരാധിച്ച് കയറാം. ദൈവിക വിടുതലുകളെ നമുക്ക് അനുഭവിക്കാം. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. 1 രാജാ 8:49 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ടു, അവർക്ക് ന്യായം പാലിച്ചു കൊടുത്തോ. പ്രാർത്ഥിക്കുന്നവന് ദൈവം എന്ത് ചെയ്യോ? ന്യായം പാലിച്ചു കൊടുക്ക. പ്രാർത്ഥിക്കുന്നവന് ന്യായം പാലിച്ചു കൊടുക്ക. He shall maintain your cause. നിന്റെ ആവശ്യം, നിന്റെ സംഗതിയെ, നിന്റെ കാരണത്തെ അവൻ സംരക്ഷിക്കുക. അവൻ നിനക്ക് ന്യായം പാലിച്ചു തരോ. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് ന്യായം ലഭിക്കുക. രാഷ്ട്രീയം കൊണ്ടും പണം കൊണ്ടോ സംഘടനാ ബലം കൊണ്ടും കൂട്ടുകെട്ടുകൊണ്ടോ നിനക്കെതിരെ അന്യായത്തിന്റെ പടവാൾ ഉയർത്തി നിന്നെ അന്യായത്തിന്റെ ചങ്ങലക്കകത്തിട്ട് പൂട്ടാമെന്ന്, അന്യായം ചെയ്ത് നിന്റെ നന്മയെ തടയാമെന്ന്, അന്യായം ചെയ്ത് നിന്റെ ഓഹരിയെ പിടിച്ചെടുക്കാമെന്ന് ശത്രു വാദിക്കുമ്പോൾ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നിനക്കുറപ്പ് തരികയാണ്. നീ അധൈര്യപ്പെട്ടു പോകരുത്. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. പ്രാർത്ഥനയും യാചനയും കേട്ട് ദൈവ ന്യായം പാലിച്ചു കൊടുത്തോ. പ്രാർത്ഥനയും യാചനയും കേട്ട് ദൈവ ന്യായം പാലിച്ചു കൊടുത്തോ. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാ, യേശു രക്ഷകൻ മാത്രമല്ല, യേശു സൗഖ്യദായകൻ മാത്രമല്ല, യേശു മനസ്സലിവുള്ളവൻ മാത്രമല്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ, ഇതാ ഞാൻ ഒരു വലിയ വെള്ളസിംഹാസനം കണ്ടോ, പുസ്തകങ്ങൾ തുറന്നോ, കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവോ കർത്താതി കർത്താവോ അതിലുപരിയായി ന്യായസിംഹാസനത്തിലിരിക്കുന്ന ന്യായദാതാവായി, ന്യായപാലകനായി അവിടെ നിൽക്കുകയാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ യേശുവിനെ വരച്ചു കാണിക്കുകയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ, ന്യായാസനം ക്രിസ്തുവിനുണ്ടെങ്കിൽ ക്രിസ്തു ആരാണ്? ന്യായാധിപതിയാണ്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ്
പൗലോസ് തന്റെ പ്രത്യാശയെ കുറിച്ച് പറയുകയാണ്, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് അത് എനിക്ക് തരോ. നീതിയുടെ കിരീട, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് തരോ. അത് എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. അപ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്കൊരു കോടതിയുണ്ട്, എനിക്കൊരു സുപ്രീം കോർട്ടുണ്ട്. ആ സുപ്രീം കോർട്ടിൽ ഇരിക്കുന്ന ജഡ്ജി ആരാണെന്നറിയാമോ? അതെന്റെ യേശു കർത്താവ്. എന്റെ ന്യായം ആരൊക്കെ മറച്ചു കളഞ്ഞാല്, എത്ര അന്യായം എനിക്കെതിരെ ചെയ്താല് ഞാൻ ഭയപ്പെടത്തില്ല. എനിക്കൊരു ന്യായപാലകനുണ്ട്, എനിക്കൊരു ന്യായാധിപതിയുണ്ട്. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അനേകരും യേശുവിനെ ഒരു വക്കീലായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. കർത്താവേ, എനിക്ക് വേണ്ടി ഇട നിൽക്കണേ, എനിക്ക് വേണ്ടി സഹായിക്കണേ, എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം ചെയ്യണമേ. യേശു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരു പ്ലീഡർ മാത്രമല്ല, ഹി ഈസ് അവർ ജഡ്ജ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ആരാധനയിൽ പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാ, ക്രിസ്തുവിൻ്റെ ന്യായാസന നിത്യതയിലല്ലേ, ഈ ഭൂമിയിൽ അതൊക്കെ ഉണ്ടോ? അതാണ് സങ്കീർത്തനക്കാരൻ അടുത്ത വാക്യത്തിൽ പറയുന്നത്, ദൈവമേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണം. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ഭക്തി കെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നീ ഒന്ന് നടത്തി തരണം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവനൊരു കോടതിയുണ്ട്, പ്രാർത്ഥിക്കുന്നവനൊരു ന്യായാധിപനുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്, അത് ഞാൻ ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിച്ചു തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഇളച്ചു തരണമേ. യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്നു നിന്ന് സ്വച്ഛ ജടാമാംസി തൈലം പൊട്ടിച്ച് യേശുവിനെ തൈലം ഒഴിച്ചു സുഗന്ധവർഗം ഒഴിച്ച ആ സ്ത്രീയെ നോക്കി യേശു പറഞ്ഞു, അവളുടെ കടം ഇളച്ചു കൊടുത്തോ, അവളുടെ അനേകായിരമായ പാപങ്ങൾ മോചിച്ചു നൽകി. ആമേ, 4 പേർ ചുമന്നു കൊണ്ടുവന്ന പക്ഷപാത രോഗിയെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഇവന്റെ പാപങ്ങൾ മോചിച്ചോ. ജനം ചോദിച്ചോ, പാപമോചനം എങ്ങനെ ഇവൻ കൊടുക്കുന്നത്? യേശു പറഞ്ഞു, മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ ആസ് എ ജഡ്ജ് ഐ ഹാവ് ദ അതോറിറ്റി. അതിനെ പ്രൂവ് ചെയ്യാൻ ഞാൻ പറയുന്നു, എഴുന്നേറ്റ് വീട്ടിൽ പോ. യേശു ന്യായാധിപൻ അല്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ചലിക്കത്തില്ലായിരുന്നു. എന്നാൽ ജനം നോക്കി നിൽക്കേ. ആമേൻ. പക്ഷപാത രോഗി ചാടി എഴുന്നേറ്റ് കിടക്ക ചുരുട്ടി തോളിൽ വെച്ച് ഇറങ്ങി പോകുമ്പോ ലോകത്തിന്റെ നടുവിൽ വിളിച്ചു പറയുകയാണ്, ജീസസ് ദ കിങ് ഓഫ് കിങ്സ്, ദ ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് ദ സുപ്രീം അതോറിറ്റി ആൻഡ് ദ സുപ്രീം ജഡ്ജ്. ഇന്ന് പകൽ ഞാൻ ആവർത്തിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവനൊരു കോടതിയുണ്ട്, പ്രാർത്ഥിക്കുന്നവനൊരു ന്യായദാതാവുണ്ട്. ഇന്ന് പകൽ എത്ര പേർ അതിനെ വിശ്വസിക്കാം? അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ആമേൻ. അവനെൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ട് എനിക്ക് ന്യായം പാലിച്ചു തന്നോ. നിനക്കെതിരെ നിൽക്കുന്ന ശത്രു എത്ര പ്രബലനായിരുന്നാലും ദൈവം നിനക്ക് ന്യായം പാലിച്ചു തരാം. അൽബ പ്രവാചിയ ഹാബേലിന്റെ രക്തത്തെ നിലത്ത് വീഴ്ത്തി കൊന്നിട്ട് കയീനെല്ലാം കഴിഞ്ഞെന്ന് ചിന്തിച്ചോ. പക്ഷെ കയീന്റെ മുമ്പിൽ കയറി നിന്ന് ദൈവം സംസാരിക്കുമ്പോൾ കയീൻ തിരിച്ചറിഞ്ഞോ, ഹാബേലിന് ചോദിക്കാൻ ഒരു ന്യായപാലകനുണ്ട്. ആമേ. യാക്കോബിനെ പിന്തുടർന്ന ലാബാന്റെ അടുക്കൽ തൊട്ടുപോകരുതെന്ന് പറഞ്ഞപ്പോ ലാബാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഈ യാക്കോബിനൊരു ന്യായപാലകനുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറായെ മുറിക്കകത്തിട്ട് പൂട്ടി അബീമലേക്കിന്റെ അറയ്ക്കകത്ത് ചെന്ന് നിന്ന് സംസാരിച്ച ദൈവത്തെ കണ്ടപ്പോൾ അബീമലേക്കിനൊരു കാര്യം മനസ്സിലായി, അബ്രഹാമിനൊരു ന്യായപാലകനുണ്ട്. ഇന്ന് പകൽ നിനക്കൊരു ന്യായപാലകനുണ്ട്, നിനക്കൊരു ജഡ്ജുണ്ട്, നിനക്കൊരു ന്യായാധിപനുണ്ട്. ഏത് രാജാവാകട്ടെ, ഏത് അധികാരമാകട്ടെ, ഏത് സാമ്രാജ്യമാകട്ടെ, നിന്നെ തൊടത്തില്ല.
ജീസസ്. ആമേൻ. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പ്രാർത്ഥനയുടെ അടുത്ത തലം പറയുകയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥന അത് ദൈവത്തിൻ്റെ പ്രൊവിഡൻസിന്, ദൈവത്തിൻ്റെ സമ്പന്നതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇന്ന് പകൽ ആവശ്യകതകളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ മുമ്പാകെ നീ വലയരുത്, അലയരുത്. പ്രാർത്ഥന നിനക്ക് കാര്യങ്ങളെ സാധിപ്പിച്ചു തരും. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എ മാൻ വിത്ത് ദ പാഷൻസ് സെയിം ലൈക്ക് ആസ് വി ആർ. നമ്മളെപ്പോലെയുള്ള പാഷനുകളൊക്കെയുള്ള, നമ്മളെപ്പോലെയുള്ള ചിന്താഗതികളൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഏലിയാവ്. ഏലിയാവിന് ജന്മസിദ്ധമായ ഒന്നുമില്ല. ആമേൻ. പറയാനൊന്നുമില്ല. തിഷ്ബ്യനായ ഏലിയാവ്. വിശന്നാൽ ദൈവത്തോട് ചോദിക്കുക, ഭീഷണി കേട്ടാൽ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് കരയുക, ഒറ്റപ്പെട്ടു പോകുമ്പോൾ കർത്താവെ ഞാൻ മാത്രമേ ഉള്ളെന്ന് പറയുക. ഒരു പച്ച മനുഷ്യനായിരുന്നു ഏലിയാവ്. സ്തോത്രം. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, ബാല്യക്കാരാ നീ ഇവിടെ നിന്നോ ഞാൻ അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യനെ ചൂണ്ടിക്കാട്ടി യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്. ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാമോ? 3.5 വർഷം മഴ പെയ്യാതിരുന്നുവെന്നാണ് പറയുന്നത്. ആമേൻ. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചോ. 3 സംവത്സരമോ 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തോ, ഭൂമിയിൽ ധാന്യം വിളഞ്ഞോ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, പ്രാർത്ഥിക്കുന്നവന് പ്രകൃതിയെ ആമേൻ പിടിച്ചു നിർത്താൻ കഴിയുക. അത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഞാൻ പറയാ. ഒരു വർഷത്തിൽ എത്ര സീസണുകളുണ്ട്? ഒരു വർഷത്തിൽ 4 സീസണുകളുണ്ട്. പക്ഷേ ആമേ ഏലിയാവ് പ്രാർത്ഥിച്ച ആകാശം കെട്ടിയ 3.5 വർഷത്തിൽ എത്ര സീസൺ ഉണ്ടായി? ഒറ്റ സീസൺ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സ്തോത്ര 14 സീസണുകൾ സംഭവിക്കണം 3 വർഷത്തിനിടയ്ക്ക്. 4/3 12+2 ആമേ എന്ന് പറഞ്ഞ 14 സീസണുകൾ സംഭവിക്കണം. 14 സീസണുകൾ സംഭവിക്കേണ്ട 3.5 വർഷത്തിൽ ഇസ്രായേലിൽ ഒരു ഒറ്റ സീസൺ മാത്രമേ ഉള്ളൂ. ആമേൻ. ആ താൻ ആ സീസണുകളെ ഒരു സ്റ്റാഗ്നൻസിയിലേക്ക് കൊണ്ടുവന്നു. പ്രാർത്ഥിക്കുന്നവൻ സീസണുകളെ പിടിച്ചു കിട്ടോ. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവൻ സീസണുകളെ പിടിച്ചു കിട്ടോ. യെസ്, നിന്റെ സീസൺ നിന്റെ കയ്യിലാ കുഞ്ഞേ. നിന്റെ സീസൺ നിന്റെ കയ്യിലാ. പ്രാർത്ഥിക്കുന്നവൻ അവന്റെ സീസൺ നിശ്ചയിക്കുന്നത്. ഏലിയാവ് പറഞ്ഞു, എൻ്റെ സീസൺ ഞാൻ നിശ്ചയിക്കുക, എൻ്റെ രാജ്യത്തിൻ്റെ സീസൺ ഞാൻ നിശ്ചയിക്കുക. 14 സീസൺ മാറി മറയേണ്ട സമയത്ത് ഒരൊറ്റ സീസണിൽ ഞാൻ ഈ ചരിത്രത്തെ, ഈ ലോകത്തെ പിടിച്ചു നിർത്താം. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നിന്റെ സീസണുകളുടെ മേൽ ഒരു അധികാരം തരികയാ. പ്രവാചിയ, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന യൗവനക്കാർ കുഞ്ഞുങ്ങളുടെയൊക്കെ അടുക്കൽ ഞാൻ പറയാ, ചില വല്ലാത്ത സീസണുകൾ നിനക്കെതിരെ കയറി വന്ന്, ചില പരാജയത്തിന്റെ സീസണുകൾ, ചില ഡ്രൗട്ടിന്റെ സീസണുകൾ, ചില വിൽഡർനെസിന്റെ സീസണുകൾ നിനക്കെതിരെ ശത്രു കയറ്റി വരുമ്പോൾ ഹോൾഡ് ദ സീസൺസ്. പ്രാർത്ഥിക്കുന്നവൻ സീസണുകളെ പിടിച്ചു നിർത്താം. നിനക്ക് കുറെ നാള് ഒരു ഒറ്റപ്പെടലിന്റെ സീസണാ, നിനക്ക് കുറെ നാള് കഷ്ടകാലത്തിന്റെ സീസണാ, നിനക്ക് കുറെ കാലം ദുരിതത്തിന്റെ സീസണാ. പലരും പലതും പറയോ. പക്ഷെ ഏലിയാവ് പ്രാർത്ഥിക്കാൻ കയറിയപ്പോ 14 സീസണുകളെ ഒറ്റയായിട്ട് ചുരുക്കി നിർത്തി. നിന്റെ കൃപാവരത്തിന്റെ സീസൺ, നിന്റെ അഭിഷേകത്തിന്റെ സീസൺ, നിന്റെ പ്രവചനത്തിന്റെ സീസൺ, എന്റെ പ്രസംഗത്തിന്റെ സീസൺ, എന്റെ ശുശ്രൂഷയുടെ സീസൺ, അതിനെ പിടിച്ചു നിർത്താൻ ആർക്കു കഴിയും? ഞാൻ പ്രാർത്ഥിക്കോ, സീസണുകൾ മാറത്തില്ല. The season will prolong. Larbatima Nakachana, Ralkatia, Ralsakatania, Raltonia, Pravagia, Maltenia, Pravashia, Cartonia, Elkatenaria. In the Padaljan Barahete, Ame, seasonal Kanisarich, or Patan Chalikatilla, or a Patan Chalikuna Danisaricha, seasonal Marwan Todango, Alba Pravajaga, Tartania, Luzbara Manasia, Pravagia, Ralkatania, Ralkatenia, Katania, Rulka Baba Baba Baba. Jesus.
ജീസസ്. ഏലിയാവ് 3.5 വർഷം ഒറ്റ സീസണിൽ ജീവിച്ചോ. പക്ഷേ സ്തോത്രം, ഏലിയാവ് 3.5 വർഷം ഒറ്റ സീസണിൽ ജീവിച്ചോ. പക്ഷേ ഇസ്രായേൽ മരുഭൂമിയിൽ 40 സംവത്സരം ഒറ്റ സീസണിൽ ജീവിച്ചോ. ഒറ്റ സീസൺ. അവിടെ ഒരു ശിശിരവും വേനലും വന്നില്ല. അവിടെ സമ്മറും വിന്ററും മാറി മാറി വന്നില്ല. ഒരൊറ്റ സീസണിൽ 40 സംവത്സരം എന്ന് പറഞ്ഞാൽ 160 സീസണുകളെ 160 സീസണുകളെ കട്ട് ഡൗൺ ചെയ്ത് ഒറ്റ സാന്നിധ്യത്തിലാക്കി. 40 സംവത്സരത്തിൽ ഒരൊറ്റ സീസണേ ഉള്ളായിരുന്നു. A season of cloud. A season of cloud. A season of cloud. Oh, എല്ലാ ദിവസവും ഈ 40 വർഷം രാത്രി ഒരേ ടെമ്പറേച്ചർ. ഈ 40 സംവത്സരം പകൽ ഒരേ മേഘ, ഒരേ ക്ലൗഡ്, ഒരേ ലൈറ്റ്, ഒരേ ടെമ്പറേച്ചർ, ഒരേ അറ്റ്മോസ്ഫിയർ. 40 വർഷങ്ങൾ 160 സീസൺ ചേഞ്ചുകളെ ഒറ്റയടിക്ക് പിടിച്ചു കെട്ടി ദൈവത്തിന്റെ ക്ലൗഡിനകത്ത്, ദൈവത്തിന്റെ പ്രസൻസിനകത്ത്, ദൈവത്തിന്റെ ആംബിയൻസിനകത്ത് അവൻ ചലിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുമ്പോൾ സീസണുകൾ ഹോൾഡ് ചെയ്യും. ഹോൾഡ് ദ സീസൺ. ഹോൾഡ് ദ സീസൺ. ഹോൾഡ് ദ സീസൺ. ഹോൾഡ് ദ സീസൺ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ എന്നോട് പറയാൻ പറയുന്ന അധികാരത്തോടെ, നീ ഉപവസിക്കുന്നില്ലേ? നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഹോൾഡ് ദ സീസൺ. പരിശുദ്ധാത്മാവനെ ഇങ്ങനെ കത്തിച്ചിട്ട് പറയുക, ഹോൾഡ് ദ സീസൺ. ഹോൾഡ് ദ സീസൺ. ഹോൾഡ്. നീ സീസണെ പിടിച്ചു നിർത്ത. ഒരു അഭിഷേകം നിന്റെ ഇംപാക്ട്. വെറുതെ ഇരിക്കുന്നവർ വെറുതെ ഇരുന്നോ. പക്ഷെ അഭിഷേകം നിന്നെ അടിച്ച കേറി പിടിച്ചോ. An authority impartation. ഞാനൊരു സത്യം ദൈവമക്കളുടെ അടുക്കൽ പറയാം. ഒരു നെഗറ്റീവ് സീസണെ കൊണ്ടുവരാൻ എളുപ്പം നടക്കും. ഏലിയാവ് പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, ആകാശം അടയും. ഒറ്റ വാക്കിനകത്ത് ആകാശത്തെ അടയ്ക്കാൻ കഴിയും. പക്ഷേ ആകാശത്തെ തുറക്കാനോ ഒരു വാക്കാണോ താൻ പറഞ്ഞത്? താൻ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ കയറി മുഴങ്കാൽ മടക്കി മുഖം മുഴങ്കാലുകളുടെ ഇടയിലിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ബാല്യക്കാരൻ്റെ അടുക്ക് പറഞ്ഞു, മോനെ, നീ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് സമുദ്രത്തിൻ്റെ തീരം വരെ ഓടിപ്പോകണം. കുഞ്ഞുകളിയാണോ? പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് സമുദ്രം വരെ ഓടിപ്പോകണം. ഫോർ എക്സാമ്പിൾ, മൂന്നാറിൽ നിന്ന് എറണാകുളം വരെ അച്ചറക്കൻ ഓടണം. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് എറണാകുളം വരെ അവൻ ഓടണം. അല്ലെ ആലപ്പുഴ വരെ അവൻ ഇറങ്ങണം. ഇതാ പർവ്വതവും സമുദ്രവും തമ്മിലുള്ള വ്യത്യാസം.
ഈ ഈ ഈ ബാല്യക്കാരൻ ഓരോ പ്രാവശ്യം ഓടുമ്പോഴും ഈ ഏലിയാവ് ഒരൊറ്റ സ്ട്രക്ചറിൽ ഇരിക്കുക. എന്താണെന്നറിയാമോ? മുഴങ്കാല് മടക്കി. ഏഴ് പ്രാവശ്യം അവൻ ഒരു വട്ടം സമുദ്രത്തിൻ്റെ തീരത്ത് പോയി വരാൻ 10 മണിക്കൂർ എടുത്തെന്നിരിക്കട്ടെ. 7 പ്രാവശ്യം പോയി വരാൻ എത്ര നേരം എടുത്തു കാണും? 70 മണിക്കൂർ എടുത്തു കാണും. ഏലിയാവ് മഴ പെയ്ച്ചെന്ന് ചുമ്മാതങ്ങ് പറഞ്ഞാ പോരാ. മണിക്കൂറുകൾ, 100-ലധികം മണിക്കൂറുകൾ ഈ മനുഷ്യൻ, അവൻ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഏലിയാവും കർത്താവ് ക്ഷമിക്കട്ടെ. 70 ആയിരിക്കത്തില്ല, ചിലപ്പോൾ 700 മണിക്കൂർ ഏലിയാവ് ഒരൊറ്റ ഇരിപ്പിരുന്ന് കാണോ. അമ്മ, ഏലിയാവ് പറഞ്ഞു, അടഞ്ഞത് തുറന്നിട്ടല്ലാതെ എൻ്റെ മുഴങ്കാലിൽ നിന്ന് ഞാൻ കയറത്തില്ല. ഒരൊറ്റ ഇരിപ്പിരുന്നോ. ലാർബച്ചനാദിയ. എൻ്റെ സഹോദരങ്ങളെ, ലോകം മുഴുവനും നെഗറ്റിവിറ്റിയാ. അതുകൊണ്ട് നെഗറ്റീവിന് പവർ കൂടുതലായിരിക്കുക. അപ്പം ആകാശം അടയ്ക്കാൻ എളുപ്പമായിരുന്നു, പക്ഷെ തുറക്കാൻ, അമേൻ. നമ്മുടെ ഇടയിലൊക്കെ ചില മിടുക്കന്മാർ പറഞ്ഞു, 1 കോടി രൂപ കിട്ടാമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തീർത്ത് തരാം. എന്നെ മിടുക്കാന്നറിയത്തില്ലേ? അമേൻ. തീർക്കാൻ എളുപ്പമാണ്, പക്ഷെ തുറക്കാൻ ജീസസ്. 6 പ്രാവശ്യം മടങ്ങി വന്ന് ഒന്നുമില്ല യജമാനനെ എന്ന് പറഞ്ഞിട്ടും മടുത്തു പോകാതെ ആ മനുഷ്യൻ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്നു. 6 പ്രാവശ്യം ഒന്നും നടന്നില്ല സാറേ എന്ന് പറഞ്ഞിട്ടോ ആ മനുഷ്യൻ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്നു. ഇന്ന് പകൽ നീ ഉപവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, 6 ഉപവാസത്തിൽ നീ ഗതി പിടിച്ചില്ലെങ്കിലോ നീ ഉപവാസം നിർത്തരുത്. 6 രാത്രി നീ ഉറങ്ങാതിരുന്നിട്ടോ നീ ഗതി പിടിച്ചില്ലെങ്കിലോ നീ ഉറങ്ങാതരുത്. നിന്റെ പ്രാർത്ഥന കുറയ്ക്കരുത്. ഏലിയ 7-ാമത്തെ പ്രാവശ്യം ചോദിച്ചു, വല്ലതും കണ്ടോ? ഒരു ചെറിയ കൈപ്പത്തി സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. ഏലിയാവ് മുഴങ്കാലുകളിൽ നിന്ന് മുഖമുയർത്തി ചാടി എഴുന്നേറ്റിട്ട് ഏലിയാവ് പറഞ്ഞു, നീ നേരെ ഇനിയും സമുദ്രത്തിൻ്റെ തീരത്തേക്കല്ല, എൻ്റെ വാക്ക് കേട്ട് നീ സമുദ്രതീരത്ത് അലഞ്ഞവനായി എനിക്കറിയാം. ഞാൻ നിന്റെ ശുശ്രൂഷ മാറ്റുകയാ. ഇനി നീ സമുദ്രതീരത്തിലേക്കല്ല, നീ കേറിപ്പോ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക്, നീ കേറിപ്പോ ഇസ്രായേലിന്റെ അരമനയിലേക്ക്. നീ സമുദ്രതീരത്ത് വായി നോക്കി നിന്നവനാണെങ്കിൽ ഞാൻ നിന്നെ കൊട്ടാരത്തിലേക്ക് കയറ്റും. സമുദ്രതീരത്തുള്ളവർ പറയാൻ തുടങ്ങി, ആ ചെറുക്കനെ ഏതാണ്ട് വട്ടാന്നേ. അവനൊരു പാസ്റ്ററുണ്ട്, ആ പാസ്റ്റർക്ക് അതിരേക്കാ വട്ട. എന്നും ഇങ്ങനെ വന്ന് സമുദ്രതീരത്തേക്കും പ്രാർത്ഥിക്കുന്നിച്ചിട്ട് വല്ലോ കണ്ടോന്നറിയാൻ വട്ട. ഇവനൊന്നും വല്ല പണിക്കുമ്പോൾ കൂടെ ഒരു പണിയില്ലാതെ ഉപവാസമാ പ്രാർത്ഥനയാന്ന് പറഞ്ഞ് കടലിൽ വന്നിങ്ങനെ വായി നോക്കി നിൽക്കുക. കടലിലെ വായി നോക്കി 6 പ്രാവശ്യം വായി നോക്കി. 7-ാമത്തെ പ്രാവശ്യം ഇവൻ വായി നോക്കി നിന്നപ്പോൾ ഒരു കൊച്ചു മേഘം കണ്ടു. അവൻ അത് മതിയായിരുന്നു യജമാനൻ്റെ അടുക്ക ചെല്ലാൻ. യജമാനൻ പറഞ്ഞു, മക്കളെ, ഇന്നലെ വരെ നീ സമുദ്രതീരത്ത് നിന്നപ്പം പേട്ടിയിറക്കന് വട്ടാന്ന് പറഞ്ഞല്ലേ, നീ വിഷമിക്കണ്ട, നീ ഇനി തിരിച്ചു വിട്ടോ, നീ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പൊക്കോ. അവൻ്റെ അടുക്ക ചെന്നിട്ട് പറ രഥം പൂട്ടി ഇറങ്ങിപ്പോകാൻ. രാജാവ് പുറപ്പെടാൻ ഇപ്പൊ കൽപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? ഇന്നലെ കടൽ തീരത്ത് പോയി നിന്ന പേട്ടുചെറുക്കൻ ഇന്ന് പകൽ നിന്റെ ഉപവാസം, നിന്റെ പ്രാർത്ഥന, നിന്റെ ഡെസിഗ്നേഷനെ മാറ്റോ, നിന്റെ അതോറിറ്റിയെ മാറ്റോ, നിന്റെ ലെവലിനെ മാറ്റോ, നിന്റെ അഭിഷേകത്തെ മാറ്റോ, നിന്റെ ശുശ്രൂഷയെ മാറ്റും.
ഞാനൊരൊറ്റ ഭാഗം പറഞ്ഞ് പ്രധാന ഭാഗത്തിലേക്ക് കയറുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 33-ാം അധ്യായം. ഇസ്രായേലിലെ ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവാണ്. 2 ദിനവൃത്താന്തം 33:13. മനശ്ശെ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ആ മനുഷ്യനെ ഒരു വിധത്തിൽ നമുക്ക് അനുകരിക്കാൻ കൊള്ളുകയില്ല. പക്ഷേ അവിടെ ഒരു ഭാഗം നമുക്ക് കാണാം. അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട്, അവൻ്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജ്യത്വത്തിന് തിരിച്ചു വരുത്തി. ഞാൻ ഒറ്റ വാക്ക് പറയട്ടെ, ഇഫ് യു ആർ റെഡി ടു പ്രേ, ദ ലോർഡ് ഈസ് റെഡി ടു റിസ്റ്റോർ യു. നിന്നെ ദൈവം മടക്കി വരുത്തും, രാജ്യത്വത്തിലേക്ക് മടക്കി വരുത്തും. നീ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നിന്റെ കൃപാവരങ്ങളിലേക്ക് മടക്കി വരുത്തും, നിന്റെ അധികാരത്തിലേക്ക് മടക്കി വരുത്തും, നിന്റെ പഴയ പൊസിഷനിലേക്ക് മടക്കി വരുത്തും. ഇന്ന് പകൽ അതൊരു ദൂതായി ഞാൻ കൈമാറി പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. നീ പ്രാർത്ഥിക്കാമോ? ദൈവം നിന്നെ മടക്കി വരുത്തും. നിന്റെ നഷ്ടപ്പെട്ടു പോയ ആ റലത്തിലേക്ക് ദൈവം നിന്നെ തിരികെ കൊണ്ടുവരും. മനസ്സ് പ്രാർത്ഥിച്ചു. ഏതായിരുന്നാലും മനസ്സയുടെ അത്രയും ദുഷ്ടൻ ഇതിനകത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ദുഷ്ടൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ റിസ്റ്റോർ ചെയ്ത് പൊസിഷനിലേക്ക് മടക്കി വരുത്തിയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ എത്രയധികം. ഞാൻ പ്രധാന ഭാഗത്തിലേക്ക് കയറട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചു തരാമോ വേദഭാഗം? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. അതിന് കൊർന്നല്യോസ് നാലാകുന്ന നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. മതി. കൊർന്നല്യോസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ഒരു മറുപടി കൊടുത്തു. എന്തായിരുന്നു ആ മറുപടി? ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ തൻ്റെ മുമ്പിൽ വന്നു നിന്നു. ജീസസ്. ഞാൻ ഇന്ന് ഏതാണ്ട് 8ഓളം വിഷയങ്ങളെ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു. പക്ഷെ ഇതിലേറ്റവും മനോഹരമായി ഞാൻ പറയുന്നത് ദ ഏഞ്ചലിക് എൻകൗണ്ടർ. The encounter of God for your prayer. ഞാൻ 4 ദിവസം മുമ്പ് 9-ാം മണി നേരത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീടും കിട്ടിയില്ല, കാറും കിട്ടിയില്ല, പണവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടു ഒരു ദൂതൻ എൻ്റെ മുമ്പിൽ വന്നു നിന്നു. സൗഖ്യം കിട്ടിയില്ല, വിടുതല കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ കണ്ടു ഒരു ദൂതൻ എൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഞാൻ ദർശനങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ലിറ്ററൽ എക്സ്പീരിയൻസ്. ദാനിയേലിൻ്റെ പുസ്തകം ഞാൻ ദർശനങ്ങളെ കുറിച്ചല്ല പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം. ഏഞ്ചലിക് എൻകൗണ്ടർ ദർശനങ്ങളല്ല. ഞാൻ ആവർത്തിക്കട്ടെ, ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്നത്, കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്നത് ദർശനമല്ല. അതിനെ ഞാൻ തെളിയിക്കാം. ദാനിയേൽ 9:21. ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്തെ എന്നോട് അടുത്തു വന്നു. നിൽക്കട്ടെ. ആദ്യം ഞാൻ ദൂതനെ കണ്ടു. എങ്ങനെയാ കണ്ടത്? ദർശനത്തിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ ദൂതനെ കണ്ടു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്നു. That was not a vision, but that was a literal angelic visitation, encounter of God. Shabahasikalaachana pravasiya. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? നിന്നെ ദൂതൻ വിസിറ്റ് ചെയ്യും, നിന്നെ കർത്താവ് വിസിറ്റ് ചെയ്യോ.
മറിയത്തിന്റെ അടുക്കൽ വന്നതുപോലെ, പത്രോസിന്റെ അടുക്കൽ വന്നതുപോലെ, പത്മോസിൽ ഇറങ്ങി വന്നതുപോലെ, prepare for an encounter. Prepare. Shala baba rajana marajania Ralgadenia, Ralkatenia, Ralbaba Barasha Provolia, Rartenia, Alkateni Marajaba Praushbalia, Rolmama Baisha Balia Provosia Kartanadi. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരു സൗഖ്യവും വിടുതലും ഒന്നുമല്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരു എൻകൗണ്ടറാ. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച് നിനക്ക് ഒത്തിരി നന്മയുണ്ടായിട്ടുണ്ട്. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചൊത്തിരി വിടുതലുണ്ടായിട്ടുണ്ട്. അതൊക്കെ സത്യമാ. പക്ഷെ നിന്റെ പ്രാർത്ഥനയുടെ ലെവല് മാറാം. പൗലോസ് പറഞ്ഞു, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. രണ്ട് പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. മൂന്നാമത് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. മൈ സ്ട്രെങ്ത് ഷാൽ റെസ്റ്റ് അപ്പോൺ യു. എൻ്റെ ശക്തി നിന്റെ മേൽ റെസ്റ്റ് ചെയ്യാൻ പോവുക. പ്രാർത്ഥനയുടെ മറുപടി ഒരു ഇമ്പാർട്ടേഷനാണ്. പ്രാർത്ഥനയുടെ മറുപടി ഒരു എൻകൗണ്ടറാണ്. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഞാൻ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമുള്ളവർ, എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു എൻകൗണ്ടർ, എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു വിസിറ്റേഷൻ മറുപടിയാകുമെന്ന് വിശ്വസിക്കുന്നവർ പുസ്തകങ്ങളെ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വെച്ച് കണ്ണുകളെ അടച്ച് എഴുന്നേറ്റ് നിന്നിട്ട് അബോലിയ സാരബല ജാരിഗഡ റൽബജബ പ്രവാചകർ ധനജര താർഗനം പ്രവസിയ റൽബബ ബാഷ്ബലി പഠാലിയ റൽഖറ്റനിയ